ഹലോ ഗൈസ്, അപ്പോൾ തുടങ്ങാം. ദിസ് ഈസ് ബൊഗ്വേ ചാനൽ. ശ്രീകാന്ത് ഉടയല സംവിധാനം ചെയ്ത് നാനി പ്രധാന വേഷത്തിലെത്തുന്ന പുതിയ വരാനിരിക്കുന്ന തെലുങ്ക് ചലച്ചിത്രമാണ് ദി പാരഡൈസ്. മ്യൂസിക് ചെയ്തിരിക്കുന്നത് റോക്ക് സ്റ്റാർ അനിരുദ്ധ് രവിചന്ദ്രാണ്. അപ്പോൾ ആയാ ഷെയർ എന്ന ടൈറ്റിലിൽ അവർ സോങ് റിലീസ് ചെയ്തിട്ടുണ്ട്. നമുക്കൊന്ന് കണ്ടു നോക്കാം. അപ്പോൾ ഇതിനോടകം തന്നെ ഈ സിനിമയിലെ BGM ഭയങ്കര വൈറലായിരുന്നു അനിരുദ്ധ് ചെയ്തത്. അപ്പോൾ ഈ ശ്രീകാന്ത് ഉടയല പുള്ളിയുടെ തന്നെ ഒരു ഫസ്റ്റ് സിനിമ ഉണ്ടായിരുന്ന ദസറ, അതിലും നാനിയായിരുന്നു നായകൻ. എനിക്ക് തോന്നുന്നു നാനി ഫാൻ ബോയ് ആയിരിക്കും ഈ ഒരു ഡയറക്ടർ. അപ്പൊ നമുക്ക് ആയാ ഷെയർ സോങ് കേട്ടാം. ശ്രീലക്ഷ്മി ഗ്രാൻഡ് ആയിട്ടാണല്ലോ വരവ്. അനിരുദ്ധാണ് മ്യൂസിക്. ഓ എൻട്രി ഇടാ. വെർസറ്റൈൽ ലുക്ക് ആണ് ബിരിയാണി. അനിരുദ്ധ് കത്തിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ആളിനെ കത്തിക്ക് കേട്ടോ അനിരുദ്ധ്. ഓ ഇതൊന്നും കാണുന്നില്ല. Oh my God. എന്തുവാണ് ഇത്? ഒരു ഗ്രാൻഡ് വിഷ്വൽസ് ആണ് അവർ ചെയ്തു വെച്ചേക്കുന്നത്. അനി കാര്യം പറയണ്ട, അങ്ങ് തുടക്കത്തോടെ കത്തിച്ച് ഒരു മൂഡ് ക്രിയേറ്റ് ചെയ്ത് വരികയാണ്. നാനി വേറെ ലെവലാ. കോസ്റ്റ്യൂം ആവട്ടെ, ആ ഒരു ആറ്റിറ്റ്യൂഡ് ആവട്ടെ, ആ ഒരു ഫേഷ്യൽ എക്സ്പ്രഷൻ ആവട്ടെ, പിന്നെ അവര് ആ ചെയ്ത വിഷ്വൽസൊക്കെ ആ വലിയ ഒരു വണ്ടാവലി ബിരിയാണി കൊണ്ടുവരുന്നത്, നാനിയെ കാണിക്കുമ്പോൾ സിംഹം ഇങ്ങനെ വന്ന് മാറിപ്പോകുന്നത്, ആ ഒരു പുഷപ്പ് സീന്, ആ ഒരു ഗ്രാൻഡ് ആയിട്ട് ആ ഒരു ഒരു കിട്ടില്ല സാധനമാണ്. ഒരു ഔട്ട് ഓഫ് ദ വേൾഡ് കോണ്ടാക്ട് സാധനങ്ങളൊക്കെ കിടക്കുന്ന പോലെ. അതായത് ഇതിലെ സീനൊക്കെ നമ്മൾ സലാറില് എന്നൊരു BGM ഒക്കെ ഇട്ട ഒരു ഫൈറ്റ് ഒക്കെ ഉണ്ടല്ലോ, അതുപോലെ ആ ഒരു ചുവപ്പ് കാര്യങ്ങളും ആ ഒരു വീഡിയോ ഒക്കെ ഭയങ്കര ഒരു റിച്ച് വിഷ്വല്. സ്റ്റെപ്പാണ്. ഫാൻ ബോയ് ഡയറക്ടർ തന്നെ കേട്ടാ. പുള്ളി അഴിഞ്ഞാളാ വിട്ടിട്ടുണ്ട്. ആനി വേറെ ലെവൽ ഓറാ. ഡാൻസ് വേറെ. ചെറുകവിടെ കത്തിക്കാണ് അനിരുദ്ധ്. നാച്ചുറൽ സ്റ്റാർ നാനി, അത് 100% ആ പേര് ദി പാരഡൈസ്. വീഡിയോ ശ്രീകാന്ത് ഉടയല സിനിമ ഒരു രക്ഷയില്ല ഗൈസ്. ആ വീഡിയോ ചെയ്തിരിക്കുന്ന ആ ക്വാളിറ്റി ആയിരുന്നാലും ആ ഒരു എഡിറ്റിംഗ് ആയിരുന്നാലും നാനിയൊക്കെ വേറെ ലെവല്. അനിരുദ്ധ് സത്യമായിട്ട് ഇപ്പൊ ഇന്ത്യയിലെ ഇത്രയും പോപ്പുലർ ആയിട്ടുള്ള ആൻഡ് ക്വാളിറ്റി ഔട്ട്പുട്ട് തരുന്ന ഒരു മ്യൂസിക് ഡയറക്ടർ വേറെ ഇല്ല. ചെറുക്കും ഡേ ബൈ ഡേ കത്തിക്കുകയാണ്. അതിപ്പം BGM ആവട്ടെ, സോങ്സ് ആവട്ടെ, ഡേ ബൈ ഡേ ട്രെൻഡിങ് ആക്കുകയാണ്. ഇതും അതിന് എന്തായാലും കയറിയ ഒരു പാട്ടാണ്. കെയർ റീൽസിലൊക്കെ ഭയങ്കര ഹിറ്റുമാണ്. ഏത് ഭാഷയായിക്കോട്ടെ, ഒരു മലയാളത്തിൽ ആരെങ്കിലും വിളിച്ചുകൊണ്ട് പാടെ, ഒരു ലാലേട്ടിനൊക്കെ ഇട്ട് കൊടുക്കട്ട്. എന്ത് സാധനമാണ് പടച്ച് വിട്ടേക്കുന്നത്. കിട്ടില്ല. ഇപ്പൊ തന്നെ കേട്ടപ്പോ തന്നെ ആ ഒരു ഗൂസ് ബംസ് ഉണ്ട്. എനിക്ക് ആ മാസ് പാട്ടൊക്കെ അനിരുദ്ധിന് പിന്നെ കയ്യാങ്കളി പോലെയാണ്, വെറുതെ ചെയ്തു വിടും. നാനി എന്തോന്ന് ഇത്, നാനി ആ ഫിസിക്കും നാനി വേറെ ലെവല്.
ശ്രീകാന്തോടെ വീഡിയോ ചെയ്തിങ്ങനെ വരികയാണ്. ഇതിനെങ്ങനെ ഡാൻസ് കളിക്കാതിരിക്കും? അനിരുദ്ധ് നാനി, ഈ സാധനം നാനി. അനിരുദ്ധ് ആ പാട്ട് പാടുന്നവരൊക്കെ സൂപ്പർ പാട്ട്. ഓ എടുത്ത അഭിനാശിക്കല്ല. ഓ എന്തോന്ന് മപ്പ് പാട്ട് കേട്ടാ, മപ്പ് പാട്ട് പറയാതിരിക്കാൻ വയ്യ. വീഡിയോയിലൊക്കെ മപ്പ് നല്ല ഒരു എന്താ പറയുക പണിയെടുത്താണ് ആ വീഡിയോ ചെയ്തിരിക്കുന്നത്. ആ ഒരു ബാക്ക്ഗ്രൗണ്ടും കാര്യങ്ങളൊക്കെ വേറെ ലെവല്. ഇത് കാണുമ്പോൾ തന്നെ കണ്ടുകൊണ്ടിരിക്കാൻ തോന്നുന്നു. കാരണം അത് ഒരു എലവേറ്റ് ചെയ്തതിന് ആ ഒരു BGM-ഉം ആ ഒരു മ്യൂസിക്കും ആ ഒരു ലിറിക്സും വരുന്ന പാട്ട് പാടുന്ന ആ ഒരു സിംഗറാണെങ്കിൽ കിട്ടില്ലാനായിട്ട് പാടുന്നുണ്ട്. അങ്ങനെ ആയാ ഷെയർ ആ മ്യൂസിക്കും ആ ബാക്ക്ഗ്രൗണ്ടും നാനിയൊക്കെ കണ്ടുകൊണ്ടിരിക്കാൻ തോന്നുന്നു. അമ്മാതിരി സ്ക്രീൻ പ്രസൻസ് നാനിയൊക്കെ ഒരു നല്ല രീതിയോ ദ പാരഡൈസ് എന്നാണ് അത് തുടക്കത്തിൽ ഇതിന്റെ പോസ്റ്ററും കാര്യങ്ങളും വന്നപ്പോഴേ ഒരു വേറെ ലെവൽ വൈബ് അത് അടിച്ചിട്ടുണ്ട്. ദ പാരഡൈസ് ആ പോസ്റ്ററും കാര്യങ്ങളൊക്കെ വേറെ ലെവലായിരുന്നു. ആ ഒരു കോസ്റ്റ്യൂം ഒക്കെ വേറെ ലെവലായിരുന്നു. ഒരു രക്ഷയില്ലാത്ത പാട്ട്, ഒരു രക്ഷയില്ലാത്തൊരു പക്ക മാസ്. അനിരുദ്ധ് എവിടെ നിന്നൊക്കെ ഇതൊക്കെ അപ്പായിരിക്കും കേട്ടാ. ഓ എന്തോന്നറ ആയാ ഷെയർ. ഓഗസ്റ്റ് 21 സിനിമ റിലീസ് ചെയ്യുന്നത് കേട്ടാ. പ്രൊഡ്യൂസ്ഡ് ബൈ സുധാകർ ചെറുകൂരി. അപ്പോ ആയാ ഷെയർ എന്നാണ് പാട്ടിന്റെ പേര്. നാനിയാണ് പ്രധാന കഥാപാത്രം. ശ്രീകാന്ത് ഉടലാണ് സംവിധാനം ചെയ്യുന്ന, മ്യൂസിക് ചെയ്തിരിക്കുന്ന അനിരുദ്ധാണ്. പാട്ട് ആയാ ഷെയർ മപ്പാസ് സാധനം, വേറെ ഒന്നും പറയാനില്ല. അനിരുദ്ധ് പണി ഡബിൾ പണി വെച്ചിട്ടുണ്ട്. മാസ് ഐറ്റം, കിടിലൻ ഐറ്റം. ഇതിലെനിക്ക് ഏറ്റവും ഒന്ന് പറയാനുള്ളത് നാനിയുടെ സ്ക്രീൻ പ്രസൻസ്, നാനിയുടെ ആറ്റിറ്റ്യൂഡ്, നാനിയുടെ ഡാൻസ്, ഈ പാട്ട് മൊത്തം നാനിയെ പ്ലേസ് ചെയ്തിരിക്കുന്ന രീതി ഒരു രക്ഷയില്ല. നാനി അൺമാച്ചബിൾ ഓവറായിട്ടുണ്ട്. അതിപ്പോൾ ഫിസിക്കാവട്ടെ, ആ സിഗ് വലിച്ചിട്ട് ഡാൻസ് കളിക്കുന്നതാവട്ടെ, പുഷപ്പ് ആവട്ടെ, എല്ലാം ആ കോസ്റ്റ്യൂമായിട്ട് അൺമാച്ചബിൾ, ഒരു രക്ഷയില്ല. സംവിധാനം കിട്ടില്ലനായിട്ട് തന്നെ നാനിയെ പ്ലേസ് ചെയ്തിട്ടുണ്ട്. ഫാൻ ബോയ് ആണെന്ന് തന്നെ തോന്നുന്നു. അതായിരിക്കും ദസറ കഴിഞ്ഞതിന് ശേഷം വീണ്ടും പാരഡൈസ് നാനിയുമായിട്ട് വന്നത്. പിന്നെ അവരും അനിരുദ്ധ് ചെറുക്കം പഴയതുപോലെയൊന്നുമല്ല, എന്നത്തെയും പോലെ എന്ന് വേണം പറയാൻ. എന്നത്തെയും പോലെ കത്തിച്ചിട്ടുണ്ട്. തെലുങ്ക്, തമിഴ്, ഹിന്ദി അങ്ങനെയൊന്നുമില്ല. ഓൾ ഇൻഡസ്ട്രി ആൾ ഏരിയയിൽ അനിരുദ്ധ് ഗില്ലി എന്നൊരു ലെവലാണ് ഇപ്പോൾ. എവിടെ പോയാലും അളിയെ ഹിറ്റാകും, അത് ട്രെൻഡിങ്ങിലാക്കും, അതെല്ലാവരും അറിയിക്കും, പോപ്പുലറാക്കും. അത് തന്നെയാണ് ഇപ്പോൾ കാണാൻ പോകുന്നത്. ഇപ്പോൾ റീൽസിലും ഭയങ്കര ട്രെൻഡിങ് ആണ്. എല്ലാവരും പാട്ടും പാടിയും ഡാൻസ് ചെയ്തും അനിരുദ്ധിൻ്റെ ആ ഒരു ഓറ, അല്ലെങ്കിൽ അനിരുദ്ധിന് ആ അൺമാച്ചബിൾ ആ ഒരു എന്താ പറയുക, ഒരു ക്വാളിറ്റി ഔട്ട്പുട്ട്, അത് ഡേ ബൈ ഡേ, മന്ത്ലി ഇത്രയും ആ 2 മാസത്തിനകത്ത് ഇത്രയും പാട്ടുകൾ, ഇത്രയും മ്യൂസിക്കുകൾ, അതും എല്ലാം ക്വാളിറ്റി, എല്ലാം വൈറൽ, എല്ലാം ട്രെൻഡിങ്. അപ്പോൾ അതും അനിരുദ്ധ് സത്യം ഇപ്പം അനിരുദ്ധിനെ ഒരു കമ്പയർ ചെയ്യാനുള്ള ഒരു മ്യൂസിക് ഡയറക്ടർ ഇപ്പോൾ ഉണ്ടോ എന്ന് ചോദിച്ചാൽ അബ്സൊല്യൂട്ട്ലി ഞാൻ പറയും ഒരാളും ഇല്ല. അതിൽ വേറെ സംശയങ്ങളൊന്നുമില്ല. അപ്പോൾ പിന്നെ വരുന്നത് ഇതിൻ്റെ വിഷ്വൽസും കാര്യങ്ങളൊക്കെ. അത്രയും ആൾക്കാരെ കൂട്ടി അതിൻ്റെ ഇടയിൽ
നാനി വരുന്ന ഇൻട്രോ തന്നെ വേറെ ലെവൽ ഇൻട്രോ ആണ്. എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. ആ ഒരു ഇതിലായിട്ട് വന്ന് വലിയ അണ്ടാവൽ ബിരിയാണിയൊക്കെ തുറന്ന് ഇങ്ങനെ കൊടുത്ത അവിടെ ഒരു ചെറിയ പട്ടി, ആ പട്ടി ഒരു വലിയൊരു പട്ടി ഇങ്ങനെ അല്ലെങ്കിലും ആ പട്ടിയെ കാണുമ്പോൾ തന്നെ അവിടെ തന്നെ ഒരു ഓറ ഒരു മാച്ച് ആവുന്നുണ്ട്. പിന്നെ നാനി ഇടയ്ക്ക് വരുമ്പോൾ ആ സിംഹത്തിനെ കാണിക്കുന്ന പോലത്തെ ആ ഒരു ബ്ലെൻഡ് ട്രാൻസിഷൻ അതിൽ വരുന്നുണ്ട്. പിന്നെ ആ ബാക്ക്ഗ്രൗണ്ട് ഡാൻസേഴ്സ്, ബാക്ക്ഗ്രൗണ്ടിൽ ആൾക്കാർ, ആ വിഷ്വൽസ്, ആ കളർ ഗ്രേഡിങ്, മൊത്തത്തിൽ പാട്ട് 100% കിട്ടില്ല. പാട്ട് എല്ലാ സൈഡും അവർ പക്കയായിട്ട് ചെയ്തിട്ടുണ്ട്. പാട്ട് പാടിയ ആൾ വേറെ ലെവലായിട്ട് പാടിയിട്ടുണ്ട്. ആ തുടക്കം തന്നെ തട്ടന ആയാശേ അത് ഒരു എലവേറ്റ് ചെയ്ത് ആ ഒരു ഗൂസ് ബോംസ് ഒന്ന് കിട്ടില്ലാട്ടിനായിട്ട് തന്നെ അവർ നന്നായിട്ട് പ്ലേസ് ചെയ്യുന്നുണ്ട്. പാട്ട് അനിരുദ്ധ് എന്തുമാത്രം പാട്ടാ നീ ചെയ്ത് കൂട്ടുന്നത്. ആൻഡ് ഇപ്പം ആരോ പറഞ്ഞല്ലോ മുമ്പ് ഞാനീ പറഞ്ഞു ഇപ്പം എല്ലാവർക്കും അനിരുദ്ധ മതി. അതേപോലെ വിജയ് ദേവരകൊണ്ടാ പറയുക അനിരുദ്ധ ഉണ്ടെങ്കിൽ ഞാൻ എവിടെ നിന്ന് വേണമെങ്കിലും പടം ചെയ്യാമെന്നൊക്കെ. അതാണ് അനിരുദ്ധ് വിജയ് ദേവരാണ് ലാസ്റ്റ് കിങ്ഡമിലൊക്കെ അത്രയ്ക്കും വൈറലായത് അനിരുദ്ധിൻ്റെ പാട്ടും കൂടെ ഒക്കെ ആയതുകൊണ്ടാണ്. റഗിലെ പിന്നെ ആ BGM കാര്യങ്ങൾ. അപ്പോൾ അനിരുദ്ധ് ഇപ്പോൾ എല്ലാവർക്കും അനിരുദ്ധിനെ മതി. കാരണം 1 BGM 1 മ്യൂസിക് അല്ല അനിരുദ്ധ്. കാരണം ഇത്രയും ബിസി ആയിട്ടിരുന്നിട്ടും ഇത്രയും ക്വാളിറ്റി ഔട്ട്പുട്ട് തരുന്നു എന്നുള്ളതാണ് അനിരുദ്ധിനെ ഇത്രയും കൺസിസ്റ്റൻസി ആയിട്ട് അല്ലെങ്കിൽ അനിരുദ്ധിനെ ഇത്രയും വിസിബിൾ ആയിട്ട് കാണിക്കുന്നത്. അത്രയ്ക്കും ബിസി ആയിട്ടുള്ള ഒരു മ്യൂസിക് ഡയറക്ടർ വീണ്ടും ഔട്ട്പുട്ട് ഒരു വിട്ടുവീഴ്ചയില്ലാതെ ക്വാളിറ്റി വരുന്നതുകൊണ്ട് തന്നെയാണ് വീണ്ടും എല്ലാവർക്കും അനിരുദ്ധിനെ ഇഷ്ടമാവുന്നത്. അപ്പോൾ അന്തമാതിരി പണ്ടനാണ് ഇതിലും ചെയ്തു വെച്ചിരിക്കുന്നത് അനിരുദ്ധ്. ആൻഡ് ഇനിയും ഒരുപാട് പടങ്ങൾ വരും, തീർച്ചയായിട്ടും വരും അനിരുദ്ധിന്. ഇനിയും ഒരുപാട് സാധനങ്ങൾ അനിരുദ്ധ് തരുകയും ചെയ്യും, അതിൽ വേറെ ഡൗട്ടൊന്നും വേണ്ട. ആൻഡ് ഇപ്പോൾ തന്നെ അവസാനമൊക്കെ എന്തൊക്കെ തന്നിപ്പോൾ അവസാനം ആയാഷെയർ, എന്തൊക്കെ രജനിയുടെ ആജാ രാജ, അല്ലു അർജുൻ്റെ AI-23 തീം, പിന്നെ ICCയുടെ ക്രിക്കറ്റ് T20 വേൾഡ് കപ്പ് പാട്ട്, പിന്നെ DC-യിലെ ബ്ലഡി വാലൻ്റെ മ്യൂസിക്, പിന്നെ എനക്കെന്നെ യാറുമില്ലേ അനിരുദ്ധിയാണ്. പിന്നെ നാനിയൊക്കെ അൺമാച്ചബിൾ കാര്യം. ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചില്ല നാനി. മൊത്തത്തിൽ ഒരു മപ്പാസ് കിടുകിട് മപ്പാസ് പാട്ട് തന്നെയാണ് ആയാ ഷെയർ.